ഓക്കെ, നമ്മളിപ്പോൾ സോഷ്യോളജിയിൽ പെർസ്പെക്റ്റീവ് സോഷ്യോളജിയിൽ ഒരു ഇൻട്രൊഡക്ഷൻസ് വരെ ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോരോ തിയററ്റിക്കൽ വൈസായിട്ട് പറയാൻ പോവാണ്. അല്ലെന്ന് പറയുന്നത് ബിഗിനിങ് ഞാൻ പറഞ്ഞു തന്നു, എന്താണ് സൊസൈറ്റി, എങ്ങനെയാണ് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വന്നത്, ആ മാറ്റങ്ങളിൽ ഓരോ തിങ്കേഴ്സും എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നാലാണ് സൊസൈറ്റിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് കൂടി ഇതിൽ ഞാൻ പറഞ്ഞു, ബിഗിനിങ് ഓഫ് ദ സൊസൈറ്റിയിൽ പറഞ്ഞത്. അതിൻ്റെ തിയററ്റിക്കൽ ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അതിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള തന്നെയാണ് ഇത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് അനലോളജി ആൻഡ് ബയോളജിക്കൽ തീസിസ് ഓഫ് ഇവല്യൂഷൻ. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു തിങ്കറാണ് ഹെർബർട്ട് സ്പെൻസർ. ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഹെർബർട്ട് സ്പെൻസറിനെ നമുക്ക് നെക്സ്റ്റ് തിയററ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇതിൽ ഓർഗാനിക് അനലോഗിയിൽ ബയോളജിക്കൽ തീം ഓഫ് എവല്യൂഷനിൽ പറയുന്ന ഒരു തിങ്കറാണ് ഇത് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ഹെർബർട്ട് സ്പെൻസർ എന്ന ബയോളജിക്കൽ തിയറീസിൻ്റെ ഫൗണ്ടറാണ് ആര്? ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത് തിങ്കർ. ഹെർബർട്ട് സ്പെൻസറിൻ്റെ അഭിപ്രായത്തിൽ ഹെർബർട്ട് സ്പെൻസറിൻ്റെ നാച്ചുറൽ ലോസ് ഒക്കെ നമുക്കറിയുന്നതാണ് അല്ലേ. ആ നാച്ചുറൽ ലോസിനെയാണ് ഏതിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? ഓർഗാനിക് തിയറി ഓഫ് ബയോളജിയിൽ ഓർഗാനിക് ഇതിൽ കൊടുത്തത് ഹെർബർട്ട് സ്പെൻസർ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ബയോളജിക്കൽ എന്ന് പറയുന്നത് നമുക്കൊരു ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ അവസാനം ഒന്നിലേക്ക് എത്തുക അല്ലേ. അതേ സംബന്ധിച്ച് ഒരു ബോഡീൻ്റെ ഓർഗൻസ് എന്ന് പറയുന്നത് പല ഓർഗൻസും ഉണ്ട് അല്ലേ. എല്ലാ ഓർഗൻസും കൂടിയാലാണ് എന്ത് പറ്റുക, ആ ബോഡി നമുക്ക് ഇതായി കിട്ടുക. അതുപോലെ സൊസൈറ്റിയിൽ കുറേ മാറ്റേഴ്സ് ഉണ്ടാവും, കുറേ ഇതുണ്ടാവും. അതൊക്കെ കൂടി ഒരു ഇതിലായിട്ട്, അതായത് ബയോളജിക്കൽ പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന പോലെയാണ് ഒരു സൊസൈറ്റിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ടത്. ആ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അതൊരു ഇതിൻ്റെ സൊസൈറ്റിയിൽ വരുന്ന മാറ്റം വരുത്താൻ ഏതിന് ഇവല്യൂഷന് കഴിയും എന്നാണ്. അത് ബയോളജിക്കലി പരമായിട്ടാണ് ആര് പറഞ്ഞത്? ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് യൂണിലാറ്ററൽ തിയറി. അതായത് ഒന്നിനെ സംബന്ധിച്ചിട്ടുള്ളത്. അത് യൂണിലാറ്ററൽ തിയറി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. യൂണിലാറ്ററൽ തിയറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറൈവ്ഡ് ആൻഡ് ഡൈവേഴ്സിറ്റി. ഇത് യൂണിലാറ്ററൽ തിയറി എന്ന് പറയുന്നത് അതായത് ഈ ബയോളജിക്കൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഓരോന്നൊരിടത്ത് ഇപ്പോൾ ഒരു ചെടി വളരുന്നു, ആ ചെടീൻ്റെ എന്ന് വെച്ചാൽ ഓരോ തട്ടുകളായിട്ടാണ്. ഒരു ട്രീ എടുത്താൽ ആ ട്രീൻ്റെ ഓരോ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അവസാനം അതൊരു വലിയ ട്രീ ആയി മാറുമ്പോഴുള്ള ഓരോരോ ചേഞ്ചസ് ഉണ്ട്. അതുപോലെയുള്ള ചേഞ്ചസ് ആയിരിക്കണം ഏതിൽ വരുന്നത് എന്ന് പറയുന്നത് അതൊരു ബയോളജിക്കൽ സ്ഫിയറാണ് അല്ലേ. അങ്ങനെയുള്ള ഇവല്യൂഷൻ ആയിരിക്കണം സൊസൈറ്റിയിൽ വരുത്തേണ്ടത്. എന്നാൽ അത് സൊസൈറ്റിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറി ആയിരുന്നു ഏതൊക്കെ? നാച്ചുറൽ ലോസും യൂണിലാറ്ററും. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹെർബർട്ട് സ്പെൻസറിൻ്റെ രണ്ട് തിയറീസ് ആയിരുന്നു. ഏതൊക്കെ? നാച്ചുറൽ സെലക്ഷൻ തിയറിയും നാച്ചുറൽ ലോസ് യൂണിലിയർ തിയറി എന്ന് പറയുന്നത്. ഏബിൾ ടു സർവൈവ്. ഇനി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള കുറേ ഇതുണ്ടാകുമ്പോഴേ ഇദ്ദേഹം വിഭാവനം ചെയ്യുന്ന സൊസൈറ്റിയിൽ സർവൈവിനാണ് കൂടുതൽ പ്രധാനം. അതായത് സർവൈവ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ഇവിടെ നിലനിൽക്കും. അല്ലാത്തവരെന്ത് ചെയ്യും? ഡിസ്റ്റിങ്വിഷ് ചെയ്യും. അതിപ്പോൾ ഒരു വ്യക്തിക്ക് നമുക്ക് സമൂഹത്തിൽ പല ഇതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സർവൈവ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, ഗ്രോത്ത് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ആ സൊസൈറ്റിയിൽ നിന്ന് ഇതായിപ്പോവും. അല്ലാതായിപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റാത്തവർ സൊസൈറ്റിയിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുമെന്നാണ് ആര് പറഞ്ഞത്? ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത്. അപ്പോൾ സർവൈവ് ചെയ്യുന്നവർക്കുള്ളതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂറ്റിൽ അല്ലാത്തവർ സർവൈവ് ചെയ്യുക, അല്ലാതെയുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർവൈവിനാണ് ആര്? ഹെർബർട്ട് സ്പെൻസർ പ്രാധാന്യം കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് കൾച്ചറൽ ഇവല്യൂഷൻ. നെക്സ്റ്റ് ഓർഗാനിക് കഴിഞ്ഞ തിയറി ഓഫ് കൾച്ചറൽ ഇവല്യൂഷൻ ആണ്. കൾച്ചറൽ ഇവല്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ് കൾച്ചറൽ ഇവല്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു ഇ.വി. ടൈലർ.
ഇ വി ടൈലറിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ആന്ത്രപ്പോളജിയിലാണ് കേട്ടോ. ആന്ത്രപ്പോളജിയിലാണ് ഇ വി ടൈലർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൾച്ചറിനെ കുറിച്ചിട്ടാണ്. കൾച്ചർ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഓരോരോ ഇതിൻ്റെ സമൂഹത്തിൽ പലതരം കൾച്ചറുകൾ ഉണ്ടാകും. അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇ വി ടൈലറിൻ്റെ അഭിപ്രായത്തിൽ കൾച്ചർ റിവല്യൂഷനാണ് ഒരു സൊസൈറ്റിയിൽ കൊണ്ടുവരേണ്ടത് എന്നാണ് പറയുന്നത്. ഈ കൾച്ചർ റിവല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും എല്ലാ വ്യക്തികളിലും എന്ത് വേണം, കൾച്ചർ ഉണ്ടാവും. അത് കൾച്ചർ എന്ന് പറയുന്നത് പലതിൽ നിന്നാകുമ്പോഴേ അത് ഒറ്റ ഒരു വ്യക്തിയിൽ നിന്ന് മാറി മാറി ചിന്തിച്ച് ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതിന് പ്രാധാന്യം കൊടുക്കുകയായിരുന്നു ആര് ചെയ്തത്, ഇ വി ടൈലർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൾച്ചറിനാണ് കൂടുതൽ ആ കൾച്ചറിലൂടെ കൾച്ചർ റിവല്യൂഷനാണ് ഒരു സൊസൈറ്റിയിൽ വേണ്ടത്. ആ കൾച്ചർ റിവല്യൂഷൻ സൊസൈറ്റിയിൽ വന്നാലാണ് ഒരു സൊസൈറ്റിയെ നമുക്ക് ഇവല്യൂഷനായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ആര് പറഞ്ഞത്, ഇ വി ടൈലർ പറഞ്ഞത്. പിന്നെ കൾച്ചർ ടു ഓൾ മാൻകൈൻഡ്, എല്ലാ വ്യക്തികളും കൾച്ചറിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അപ്പോൾ അത് മാറ്റാൻ പറ്റും ഏതിലൂടെ, ഒരു സൊസൈറ്റിയിൽ കൾച്ചറിന് കൂടുതൽ പ്രാധാന്യം നൽകുക. പിന്നെ പ്രോബ്ലംസ് ടു എക്സ്പ്ലെയിൻ വാരിയസ് അക്രോസ് ടു ഗ്ലോബ്, അതായത് എല്ലാ പ്രശ്നങ്ങളും ഓരോ ഗ്ലോബ് യൂണിവേഴ്സലായിട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിലൂടെ നമുക്ക് കൂടുതൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും. അദ്ദേഹത്തിന് കൾച്ചറിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് കൾച്ചർ എന്ന് പറയുന്നത് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ഒന്ന് സാവേജ്, നെക്സ്റ്റ് ബാർബേറിയസം ആൻഡ് സിവിലൈസേഷൻ. ഇതാണ് കൾച്ചറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇ വി ടൈലർ പ്രാധാന്യം. സാവേജിസം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലത്തെ ആ സാവേജിസം ഇതാണ്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാവേജ് കാലഘട്ടത്തിലാണ് നമ്മൾ അഗ്രികൾച്ചർ, പെസൻസ് അങ്ങനെയുള്ള ഒരു കാലം. പിന്നെ അത് മാറി അതെന്തായി, ബാർബേറിയസത്തിലേക്ക് വന്നു. അതൊന്ന് ബെറ്റർ സൊസൈറ്റിയായി. ബാർബേറിയസത്തിന് ഒരു ബെറ്റർ സൊസൈറ്റിയായി. ഇവിടെ എത്തുമ്പോഴെന്തായി, ലിറ്ററസി വന്നു. ലിറ്ററസി വന്നതിന് ശേഷം പിന്നെ എന്തായി, ലിറ്ററസി വന്നുകൊണ്ട് തന്നെ ഇവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തിലേക്ക് മാറി, സിവിലൈസേഷനിലേക്ക് മാറി. ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായി, ഈ കൾച്ചറായി ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തിലേക്ക് മാറ്റം വരും, സൊസൈറ്റിയിലേക്ക് മാറ്റം വരും. ഇതായിരുന്നു ആര് പറഞ്ഞത്, ഇ വി ടൈലർ പറഞ്ഞത്. അപ്പോൾ ഇ വി ടൈലറിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഇവല്യൂഷന് വേണമെങ്കിൽ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ കൾച്ചറാണ് ഓരോ വ്യക്തിയിലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഓരോ മാൻകൈൻഡിലും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ പ്രോബ്ലം സോൾവ്ഡ് ആയിട്ട് മെത്തേഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൾച്ചർ ചെയ്യാം. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഫസ്റ്റ്, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ സാവേജ് ഒരു കൾച്ചർ സൊസൈറ്റിയെ തിരിച്ചിട്ടുണ്ടായിരുന്നു. സാവേജ് ഉദാഹരണം കൊടുത്തതായിരുന്നു ഇത് സാവേജ് എന്ന് പറയുന്നത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 17-ാം നൂറ്റാണ്ടാണെന്ന്. ഇതിലാണെങ്കിൽ ഏതായിരുന്നു, അഗ്രികൾച്ചറലായിരുന്നു, പെസൻസ് ആയിരുന്നു. ഇത് മാറി പിന്നെ എന്തായി, ലിറ്ററസി ഉള്ള ബാർബറിയൻ കാലഘട്ടം വന്നു. ആ ബാർബറിയൻ കാലഘട്ടം കഴിഞ്ഞ് അവർ ലിറ്ററസി കിട്ടിയതോടെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അത് സിവിലൈസ്ഡ് ആയി. അങ്ങനെ ഒരു സിവിലൈസ്ഡ് നാഗരികമായിട്ടുള്ള ഇതിലേക്ക് സൊസൈറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞു. അതായിരുന്നു ഇതിന് പ്രാധാന്യം നൽകി ഇ വി ടൈലർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൾച്ചർ അഡോപ്റ്റഡ് ആയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോർഗൻ ആണ്. മോർഗൻ എന്ന് പറയുന്നത് ഒറിജിൻ ഐഡിയ ഓഫ് വൺ ടൈം ഡെവലപ്ഡ് ദാറ്റ് ചേഞ്ച്. ഇദ്ദേഹത്തിൻ്റെ മോർഗൻ ആണ് നെക്സ്റ്റ് തിങ്കറാണ് മോർഗനെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ മോർഗൻ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ഐഡിയ ഓൺ വൺ ടൈം. ഏതൊരു ഇതിനെ എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ മോർഗൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഐഡിയക്കാണ്. ഈ ഫിലോസഫേഴ്സ് ഒക്കെ തന്നെ ഒരാളുമായിട്ട് ഫോളോവേഴ്സ് ആയവരാണ് കേട്ടോ. അപ്പോൾ മോർഗൻ്റെ അഭിപ്രായത്തിൽ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ഒറിജിൻ ഓഫ് ഐഡിയക്കാണ്. ആ ഐഡിയയിൽ നിന്ന് എന്ത് ചെയ്യും, ഡെവലപ്ഡ് ദാറ്റ് ചേഞ്ച് ആണ്. എത്തനിക് പീരിയഡ്, സൊസൈറ്റി ആൻഡ് എവല്യൂഷൻ. അദ്ദേഹം സൊസൈറ്റി എങ്ങനെയാക്കിയെന്ന് വെച്ചാൽ അതൊരു എത്തനിക് പീരിയഡാക്കി. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു എത്തനിക് പീരിയഡാക്കി, പിന്നെ അതൊരു സൊസൈറ്റിയാക്കി. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇവല്യൂഷനിലേക്ക് മാറിക്കൊണ്ട്
ലാസ്റ്റ് സൊസൈറ്റി എന്താവും? ഇവല്യൂഷണലൈസ്ഡോ. അതായിരുന്നു മോർഗൻ്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പോസിറ്റീവ് തിങ്സിങ്ങിനൊക്കെ പിന്നെ തോട്ട്സുകളിൽ നിന്ന് പല ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ലിമിറ്റാണ് ഇത് ക്ലിയർലി ഓൺ ലോജിക്കൽ ടു ക്രിട്ടിസൈസ്ഡ് ഇൻ ഒറിജിനേറ്റഡ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ലിമിറ്റേഷൻ ഇത് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ഈ തിങ്കേഴ്സിൻ്റെ ഒക്കെ തിയറീസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വന്ന പുതിയൊരു തിയറി വന്നു. അതാണ് നിയോ ഇവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. ക്രിട്ടിസൈസ് ചെയ്തിട്ട് വരാൻ തുടങ്ങിയ ഇതെന്ന് പറയുന്നത് ഈ പെർസെപ്റ്റീവ് തിങ്സിലെ തിയറി എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ തിയറി ആയിരുന്നു. ഈ ലോജിക്കൽ തിയറിയിൽ നിന്ന് മാറിയിട്ട് പിന്നെ ചിന്തിക്കാൻ തുടങ്ങി ഏത്? നിയോ ഇവല്യൂഷൻ തിയറി. ഈ നിയോ ഇവല്യൂഷൻ തിയറിയിൽ തിയറി എന്ന് പറയുന്നത് ഒരു മോഡേൺ തിങ്കിങ് തിയറിയായി മാറി അല്ലേ. ഇപ്പോൾ ഇവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇവരെന്ന് പറയുന്നത് ലോജിക്കിന് പ്രാധാന്യം കൊടുത്തവരായിരുന്നു 17-18 നൂറ്റാണ്ട്. ഇതിലെന്നതിന് ശേഷം പിന്നെ എന്തായി? നിയോ ഇവല്യൂഷൻ തിയറിയായി. ഈ നിയോ ഇവല്യൂഷൻ തിയറിയിൽ ഈ റിവല്യൂഷൻ തിയറി പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഏത് കാലഘട്ടം എന്ന് വെച്ചാൽ ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷമാണ്. ഇതിൽ പിന്നെ ഇവല്യൂഷൻ തിയറിയുടെ പ്രധാനം വെച്ചാൽ ഇവർ ഡിഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സൊസൈറ്റിയിലെ പല മാറ്റങ്ങളും ഇൻഡക്റ്റീവായിട്ട് ചിന്തിക്കുകയും ഡിഡക്റ്റീവ്സിനല്ലാതെ എന്തായി ഇൻഡക്റ്റീവായിട്ട് ഇവല്യൂഷൻ സൊസൈറ്റിയിൽ ബാധകമാണെന്ന് ചിന്തിക്കാനും കഴിയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നിയോ ഇവല്യൂഷൻ തിയറിൻ്റെ തിങ്കേഴ്സാണ്. നെക്സ്റ്റ് ഇപ്പോൾ ക്ലാസിക്കൽ തിയറീസിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയ തിയറി ആയിരുന്നു ഇത് നിയോ ക്ലാസിക്കൽ തിയറീസ്. ഈ നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്തായി, അപ്പോൾ അതൊരു മോഡേണായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇവർ 19-ാം നൂറ്റാണ്ടിലെ ഇവല്യൂഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ലോജിക്കിനെ ഇതാക്കി വയ്ക്കുമ്പോൾ നിയോ ക്ലാസിക്കൽ ലോജിക്കിന് കൂടുതൽ പ്രാധാന്യം നൽകി സൊസൈറ്റി ഇവല്യൂഷൻ മാറ്റം എങ്ങനെയൊക്കെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങി. അതിലത്തെ ഫസ്റ്റ് തിങ്കറാണ് ജൂലിയൻ സ്റ്റവാർഡ്, ലെസ്ലി വൈറ്റ്, പേര് കുറച്ച് ഇതാണ്, ലെസ്ലി വൈറ്റ് ആൻഡ് സഹലിൻ എന്ന് മതി കേട്ടോ. ഇതായിരുന്നു നിയോ ക്ലാസിക്കൽ തിയറീസിൻ്റെ പുതിയ തിങ്കേഴ്സ്. ഇവരുടെ അഭിപ്രായത്തിൽ ലിയോ സ്റ്റവാർഡിൻ്റെ അഭിപ്രായത്തിൽ കൾച്ചറൽ തിയറി എന്ന് പറയുന്നത് ഒരു ഡയലക്റ്റിക് റിലേഷൻഷിപ്പാണ്. ഡയലക്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടെക്നോ എക്കണോമിക് സിസ്റ്റം ടു ട്രാൻസ്ഫോർമേഷൻ ടു എൻവയോൺമെൻറ്റ് സ്പ്രെഡ് ഇൻ ഓവർ ലോങ് പീരിയഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് ഇവല്യൂഷൻ സോഷ്യൽ സിസ്റ്റം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടെക്നോ എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യും? ടെക്നോ സിസ്റ്റവും എൻവയോൺമെൻറ്റും കൂടി ആയാൽ ട്രാൻസ്ഫോം ചെയ്താൽ ഒരു പുതിയ സൊസൈറ്റിയിലേക്ക് ഇവല്യൂഷൻ വരുത്താൻ പറ്റുമെന്നാണ് ആര് പറഞ്ഞത്? സ്റ്റവാർഡ് പറഞ്ഞത്. സ്റ്റവാർഡിൻ്റെ അഭിപ്രായത്തിൽ ടെക്നോ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? എക്കണോമിക്സും എൻവയോൺമെൻറ്റ്സിലും വരുന്ന മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് സ്പ്രെഡ് ഇൻ അവർ ബോഡി, അത് നമ്മുടെ പീരിയഡിൽ ആ സൊസൈറ്റിയിൽ വന്നാൽ പുതിയൊരു ഇവല്യൂഷൻ വരുത്താൻ പറ്റുമെന്നാണ് ആര് പറഞ്ഞത്? സ്റ്റവാർഡ് പറഞ്ഞത്. പിന്നെ ലെസ്ലി വൈൽ എന്ന് പറയുന്നത് സിവിലൈസേഷനിൽ എനർജി സിവിലൈസേഷനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എനർജിക്കാണ് കൂടുതൽ എനർജി, ടെക്നിക്ക്, പിന്നെ ഇവല്യൂഷൻ. ഇത് ഇ പ്ലസ് ടി എന്നാണ് പറയാം. അപ്പോൾ ഇ പ്ലസ് ഇതൊരു ഇക്വേഷനാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എനർജിയിലാണ് കൂടുതൽ. അപ്പോൾ എനർജി ടു ടെക്നിക്കുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? പുതിയൊരു ഇവല്യൂഷൻ കിട്ടും. അതിലായിരുന്നു ലെസ്ലി വൈറ്റ് എന്ന തിങ്കർ പറഞ്ഞത്. പിന്നെ സഹലിൻ്റെ അഭിപ്രായത്തിൽ ജനറലായതിനെ സ്പെസിഫിക് ആക്കുക. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജനറലായിട്ടുള്ള ഒരു എവല്യൂഷനിനെ അതെന്ത് ചെയ്യുക? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആരുടേത്? സഹലിൻ ഇയലിൻ്റേത്.
അപ്പോൾ ഇതാണ് നിയോ ക്ലാസിക്കൽ തിയറീസ്. നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് കുറച്ചും കൂടി ലോജിക്കലായിട്ട് ഇവല്യൂഷൻ വരുത്തണം, സൊസൈറ്റിയിൽ വരുത്തണം.